ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം പ്രകരണ ഗ്രന്ഥങ്ങൾ എന്നാണ് ഇതൊക്കെ, ഈ ഗ്രന്ഥങ്ങളൊക്കെ അറിയപ്പെടുന്നേ എന്നൊരു കാര്യം പറഞ്ഞു. ക്രമമായി ഉപനിഷത്ത് തത്വങ്ങളെ, വാക്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥങ്ങൾക്ക് പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രകരണ ഗ്രന്ഥങ്ങള് രണ്ട് തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. വേദാന്തത്തിൽ പറയുന്ന മോക്ഷം നേടാനുള്ള എല്ലാ തത്വവിചാരങ്ങളെയും അടുക്കും ചിട്ടയുമായി ക്രമമായി വിവരിക്കുന്ന ഒരു തരം ഗ്രന്ഥങ്ങൾ, അതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രകരണ ഗ്രന്ഥങ്ങൾ. ഒരു സാധകന് മോക്ഷമാർഗത്തിലേക്കുള്ള തുടക്കം തൊട്ട് അവസാനം വരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ ലളിതമായി ക്രമമായിട്ട് പറഞ്ഞു തരും. അതാണ് ആ ഗ്രന്ഥങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിൽ കൂടെ എന്താണ് നമുക്ക് നേടേണ്ടത്? അത് അൾട്ടിമേറ്റ് ആയിട്ട് മോക്ഷമാണ് വേണ്ടത്. അപ്പൊ ആ മോക്ഷം നേടാനുള്ള കാര്യങ്ങളെ ക്രമമായിട്ട് പറയുക, അടുക്കും ചിട്ടയുടെ കൂടെ പറഞ്ഞു തരിക. ഇന്നെ വഴിയിൽ കൂടെ മെല്ലെ 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 പുരോഗമിച്ച് നിങ്ങൾ ആ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് ലളിതമായിട്ട് പറഞ്ഞു തരും. ഗുരുവിനെ കുറിച്ച് പറയും, ഗുരുവിന്റെ ക്വാളിറ്റീസ്, ഗുരുവിന്റെ ലക്ഷണം, ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്, എങ്ങനെ ഇരിക്കണം. അപ്പൊ നമ്മൾ പോയ അബദ്ധങ്ങളിൽ ചാടാൻ പാടില്ല. ഗുരുവിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഗുരുവിനെ മനസ്സിലാക്കാൻ. ഇപ്പൊ എല്ലായിടത്തും ഗുരുക്കന്മാർ കൂടുതലാണ്. അപ്പൊ നല്ലൊരു ഗുരുവിനെ കിട്ടിയാലേ നമുക്ക് ആ ലക്ഷ്യം ശരിക്കും നിറവേറുകയുള്ളൂ. അപ്പൊ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഗുരുവിന്റെ ലക്ഷണങ്ങളൊക്കെ അറിയാം. അങ്ങനെയൊക്കെ വീണ്ടും വിശദമായിട്ട് പറയുമ്പോൾ ആ ഗ്രന്ഥങ്ങൾ ഈ പ്രകരണ ഗ്രന്ഥങ്ങളിലാണ് വരുന്നത്. പിന്നെ ശിഷ്യനെ കുറിച്ച് പറയും. ഒരു ശിഷ്യൻ എങ്ങനെ ഇരിക്കണം, ആരാണ് യഥാർത്ഥ ശിഷ്യൻ, അപ്പൊ ശിഷ്യന്റെ ലക്ഷണം. അപ്പൊ നമ്മൾ നോക്കണം, നമുക്ക് ആ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ, നമ്മളിൽ ഒരു ശിഷ്യൻ എന്നുള്ള നേരിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ, നമ്മളൊരു ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ ആ ഗുരുവിനെ സമീപിക്കത്തക്കവണ്ണമുള്ള മിനിമം ക്വാളിഫിക്കേഷൻസ് നമ്മളിൽ ഉണ്ടോ, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ജീവവിചാരത്തെ പറയും, ജീവനെ കുറിച്ചുള്ള വിചാരങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയും. പിന്നെ ഈശ്വരനെ കുറിച്ചുള്ള വിചാരങ്ങൾ പറയും. ഇങ്ങനെ ക്രമമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകും. വേറെ ഒരു തരം ഗ്രന്ഥങ്ങളുണ്ട്, പ്രകരണ ഗ്രന്ഥങ്ങൾ തന്നെ. അത് വേദാന്തത്തിലെ ഏതെങ്കിലും ഒരു പ്രധാന തത്വത്തെ മാത്രം എടുക്കും. ഒരു പ്രധാന തത്വത്തെ, വേദാന്തത്തിലെ ഒരു പ്രധാന തത്വത്തെ എടുത്തിട്ട് അതിനെ വിശദമായിട്ട് അവിടെ പറയും. അപ്പൊ അവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറെ നോളജ് ഉള്ള ആൾക്കാർക്ക് അത് പറ്റുള്ളൂ. ബേസിക്സ് ഒക്കെ പഠിച്ചു പോകേണ്ട ആൾക്കാർക്ക് അവിടെ പോയാൽ പറ്റില്ല. അവിടെ വേദാന്തത്തിന്റെ മുഴുവൻ അറിവ് അവിടെ കിട്ടില്ല. ഒരു പർട്ടിക്കുലർ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെയാണിത് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നേരത്തെ അറിവുണ്ടെങ്കിൽ മാത്രമേ അതിൽ കൂടി പോയാൽ നമുക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. ശങ്കരാചാര്യ സ്വാമികള് വാക്യവൃത്തി എന്ന ഒരു പ്രകരണ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതില് തത്വമസി എന്ന വാക്യത്തെ മാത്രമാണ് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ തത്വമസി പോയി പഠിക്കാൻ പോയാൽ നമുക്ക് വല്ലതും മനസ്സിലാവുമോ? നമ്മൾ വിചാരിക്കും മനസ്സിലായി എന്ന്, പക്ഷെ ആക്ച്വലി നമുക്ക് ശരിയായിട്ടുള്ള ഒരു അറിവായിരിക്കില്ല ലഭിക്കുന്നത്. കാരണം അതിലെ തത്ത് എന്നുള്ള വാക്കിന്റെ വിശദീകരണം, ത്വം എന്നുള്ളതിന്റെ, അത് കഴിഞ്ഞത് അസി ആവുമ്പോൾ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്, ഇത് ആരോട് പറയുന്നതാണ്, ഇതൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോയി അതിന്റെ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അതിന് പ്രിലിമിനറി ആയിട്ട് അറിയാനുണ്ട്. എന്നാൽ മാത്രമേ അത് മനസ്സിലാവൂ. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്ന ഗ്രന്ഥങ്ങൾ. അപ്പൊ അങ്ങനെ രണ്ടു തരം. വിവേക ചൂടാമണി ആദ്യ രീതിയിലെയാണ്. അതായത് മോക്ഷം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി അത് നേടാനായിട്ട് ക്രമമായി അടുക്കും ചിട്ടയോടും കൂടെ ഓരോരോ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രന്ഥം. അവിടെ വേദാന്തത്തിലെ എല്ലാ വിഷയങ്ങളും വരും. വേദാന്തത്തിലെ എല്ലാ വിഷയങ്ങളെയും അവിടെ പറഞ്ഞു തരും. ശരിക്കും ഈ ഗ്രന്ഥം 550 ശ്ലോകങ്ങൾ കൂടിയതാണ് എന്നാണ് പറയപ്പെടുന്നത്. 550 ശ്ലോകങ്ങൾ കൂടിയതാണത്രേ വിവേക ചൂടാമണി.
തത്വങ്ങളെ ഒരു മാല പോലെ കോർത്തിരിക്കുന്നു. ഇതിനകത്ത് തത്വങ്ങളെ ഒരു മാല പോലെ കോർത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ 550 ശ്ലോകവും നോക്കുന്നില്ല. കാരണം അതൊത്തിരി ഒരുപാട് സമയമെടുക്കുന്നതുമാണ്. നമുക്കത് മുഴുവനായിട്ട് അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് കിട്ടാനായിട്ട് എല്ലാം. എന്താ വെച്ചാൽ ഏതെങ്കിലും നല്ല ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് വേണ്ടേ നമുക്കത് കിട്ടാൻ. അപ്പൊ അങ്ങനെ 550 വിശദീകരിച്ചത് നമുക്ക് അത്ര എളുപ്പത്തിൽ കിട്ടില്ല. പിന്നെ കിട്ടിയാൽ തന്നെ നമ്മുടെ ഏതാണ്ട് പറഞ്ഞ മാതിരി മുന്നോട്ട് പോകുമ്പോൾ അത് എന്ന് തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ആവർത്തന വിരസയം അതിനകത്തുണ്ടെന്ന് പറയും. വീണ്ടും വീണ്ടും ഒരേ ശ്ലോകത്തിന്റെ രീതിയിലുള്ള അർത്ഥം വരുന്ന രീതിയിലുള്ള വേറെ ശ്ലോകങ്ങളും എടുത്ത് അങ്ങനെ ആണത് ബൃഹത്തായിരിക്കുന്നത് എന്നൊരു അഭിപ്രായവും പറയുന്നുണ്ട്. റിപ്പീറ്റേഷൻ ധാരാളം വരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ 550 നിന്ന് 108 ശ്ലോകങ്ങൾ സെലക്ട് ചെയ്ത് അതിനെ മാത്രം പഠന വിഷയമാക്കിയിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 550 നിന്ന് 108 ശ്ലോകങ്ങളെ എടുത്ത് അതിനെ പഠന വിഷയമാക്കിയിരിക്കുന്നു. ഈ 108 ശ്ലോകങ്ങളെ വിശദമായിട്ട് നമ്മൾ നോക്കും. അപ്പൊ ചോദിക്കാം, 550 108 എടുത്തിട്ട് എന്താ പ്രയോജനം? ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മിസ്സിങ് ആവുമല്ലോ എന്ന് തോന്നാം. ഈ 108 തന്നെ ധാരാളം എന്നാണ് അവിടെ പറയുന്നത്. ഈ 108 തന്നെ ധാരാളത്തിലധികം എന്ന് പറയുന്നു. എന്താ വെച്ചാൽ എല്ലാത്തിലും എല്ലാം ഉണ്ട്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 108 ആക്കിയിരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ തത്വമസി മാത്രം മതിയല്ലോ. അപ്പോ ഈ 108 തന്നെ നമുക്ക് വേണ്ട അറിവ് കിട്ടി നമ്മളത് പ്രാവർത്തികമാക്കിയാൽ ഈ പറഞ്ഞ അതെന്താണോ നേരത്തെ പറഞ്ഞല്ലോ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്യം നേടാനുള്ള കാര്യങ്ങളാ പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളെ ശരിക്കും നമ്മൾ അനുസരിച്ചാൽ ലക്ഷ്യം നേടാം. ഈ ജന്മത്തിൽ തന്നെ മോക്ഷം നേടാം, ഒരു സംശയവും വേണ്ട. അപ്പൊ നമുക്ക് ആ 108 എണ്ണം ഉണ്ട്. അതൊക്കെ നമുക്ക് വരിവരിയായിട്ട് നോക്കാം. ഇതിൽ പറയുന്ന വാക്യങ്ങളെല്ലാം വേദവാക്യങ്ങളും ഉപനിഷത്ത് വാക്യങ്ങളുമാണ്. ഈ വിവേക ചൂടാമണിയിൽ പറയുന്നതെല്ലാം വേദവാക്യങ്ങളും ഉപനിഷത്ത് വാക്യങ്ങളുമാണ്. ഈ വിവേക ചൂടാമണി എന്ന് പറഞ്ഞതിന് എന്താണ് അർത്ഥം? ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ അതിന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നതും അതിനെല്ലാം ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ എന്താണ് ഈ വിവേക ചൂടാമണി എന്നൊരു പേര് അവിടെ വരാൻ കാരണം? ഈ ചൂടാമണി എവിടെയാ ധരിക്കുന്നത്? തലയുടെ മുൻവശത്ത് ഇങ്ങനെ ഒരു നെറ്റിയുടെ തൊട്ട് മുകളിൽ തല തുടങ്ങുന്നിടത്ത് ഹെയർ തുടങ്ങുന്നിടത്ത് വരുന്നൊരു ആഭരണമാണ് ചൂടാമണി. തലയുടെ മുൻഭാഗത്ത് തലയിൽ അണിയുന്ന ഒരു ആഭരണമാണ് ചൂടാമണി. കൈക്ക് വള, കാതിന് കമ്മല്, മൂക്കിന് മൂക്കുത്തി എന്ന് പറയുന്ന പോലെ ശിരസിൽ അണിയുന്ന ആഭരണമാണ് ചൂടാമണി. അപ്പൊ തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. നമ്മുടെ ശിരസ്സിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട്. അപ്പൊ അവിടെ ഒരു ആഭരണം വെക്കുകയാണെങ്കിൽ അതിന് എന്ത് പ്രാധാന്യമുണ്ട്? തലയിൽ അണിയുമ്പോ കയ്യിലോ കാലിലോ ഒക്കെ അണിയുന്നതിനെക്കാട്ടിലും എത്രയോ പ്രാധാന്യം അതിന് നമ്മുടെ മനസ്സിൽ സ്വയമേവ നമ്മൾ കൽപ്പിക്കൂലോ. കൂടുതൽ വിലപിടിപ്പുള്ളതായിട്ട് നമുക്കത് തോന്നും. അപ്പോ ശങ്കരാചാര്യർ പറയുന്നു, ഈ ആഭരണങ്ങളെക്കാൾ നമ്മുടെ ശിരസ്സിന് ശോഭ നൽകുന്നത് വിവേകമാണ് എന്നാണ് പറയുന്നത്. എന്ത് നന്നായിട്ട് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത്. ചൂടാമണി എന്ന് പറഞ്ഞാൽ തലയിൽ അണിയുന്ന ഒരു ആഭരണം. മറ്റുള്ള ശരീരത്തിലെ അവയവങ്ങളിൽ ആഭരണങ്ങൾ ഇടുമ്പോൾ അതിനെക്കാട്ടിലും പ്രത്യേകതയുണ്ട് ശിരസ്സിൽ ഇടുമ്പോൾ. അപ്പൊ പറയുന്നു, തലയ്ക്ക് ശരിക്കും ശോഭ നൽകുന്നത് എന്തായിരിക്കും? വിവേകമാണ്, ആഭരണമല്ല. അപ്പോ വിവേകം എന്ന ചൂടാമണി അതിനെയാണ് അണിയേണ്ടത്. ചൂടാമണിയായിട്ട് അണിയേണ്ടത് വിവേകത്തെയാണ്. അതാണ് വിവേക ചൂടാമണി. ഹസ്തസ്യ ഭൂഷണം ദാനം, സത്യം കണ്ഠസ്യ ഭൂഷണം, ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, ഭൂഷണൈഹി കിം പ്രയോജനം. ഇങ്ങനൊരു ശ്ലോകമുണ്ട്. ഹസ്തസ്യ ഭൂഷണം ദാനം, സത്യം കണ്ഠസ്യ ഭൂഷണം, ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, ഭൂഷണൈഹി കിം പ്രയോജനം. അപ്പൊ എന്താണതിന്? കൈക്ക് എപ്പോഴും ഭൂഷണം എന്താണ്? കൈകൾക്ക് ദാനം കൊടുക്കലാണ്. കൈകളുടെ ആ മഹത്വത്തെ വിളിച്ചോതുന്നത് അതാണ് അതിൻ്റെ ഭൂഷണമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും
എന്താ പറയാ, വിലമതിപ്പുള്ളതായിട്ടും അതിൻ്റെ കൈ എന്നുള്ള ആ നമ്മുടെ ശരീരത്തിലെ അവയവത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അത് എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കാനായിരിക്കണം. അതാണ് അതിന്റെ മഹത്വം. അപ്പോഴാണ് കൈക്ക് മഹത്വം ഉണ്ടാവുന്നതെന്ന് പറയും. അതുപോലെ സത്യം പറയണം. സത്യം പറയുന്ന ഒരാളുടെ കണ്ഠത്തിനാണ് ഏറ്റവും വില. ധാരാളം നാമം ജപിക്കുന്നുണ്ട്, വേദം പറയുന്നുണ്ട്, മന്ത്രങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ദൈനംദിന ജീവിതത്തിൽ കള്ളമേ പറയാറുള്ളൂ, സത്യമേ പറയാറില്ല, അല്ലെങ്കിൽ ഒരുപാട് നുണ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ആലോചിച്ചറിയാലോ, നമ്മളൊക്കെ കൊച്ചു കുട്ടികളല്ലല്ലോ. അപ്പോ സത്യം പറഞ്ഞാൽ അതാണ് കണ്ഠത്തിന് ഭൂഷണം. സത്യം മാത്രമേ പറയുള്ളൂ, അയാൾക്ക് ജപവും തപവും ഒന്നും അറിയില്ല, ഒരു കുഴപ്പമില്ല. സത്യത്തിൽ 100% ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി, ഒരിക്കലും അസത്യം വരികയില്ല എന്നുള്ള വരുമ്പോ അയാളുടെ കണ്ഠമാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശാസ്ത്രം ശ്രവിക്കൽ. ഒരു മനുഷ്യജന്മത്തില് ഏറ്റവും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ശാസ്ത്ര ശ്രവണത്തിനാണ്. അത് എളുപ്പമല്ല കേട്ടോ. അതിന് പൂർവജന്മ സംസ്കാരം വരണം, പൂർവജന്മ അനുഗ്രഹം വരണം, പൂർവജന്മ നല്ല നല്ല പ്രവർത്തികളുടെ അനുഗ്രഹം വരണം, ഈശ്വരാനുഗ്രഹം, പ്രത്യേകിച്ചും ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം. ശ്രവണം, ശാസ്ത്രങ്ങൾ ശ്രവിക്കാൻ നമുക്കൊരു ആഗ്രഹം ഉള്ളിൽ വരണമെങ്കിൽ, അപ്പോ ആദ്യം ആഗ്രഹം ഉണ്ടാകണം. എന്നാലേ അതിനുള്ള സാഹചര്യങ്ങൾ തനിയെ ഒരു ഗുരുവും എല്ലാം നമ്മുടെ അടുത്ത് വന്ന് പെടും. നമ്മളൊന്നും എങ്ങും പോകേണ്ട കാര്യമില്ല, ഗുരു നമ്മളെ തേടി വരും എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെവിയുടെ ഭൂഷണം ഈ ശാസ്ത്രം കേൾക്കുന്നതാണ്. അല്ലാതെ ഭൂഷണൈഹിക്കും പ്രയോജനം. അല്ലാതെ ചെവിയിൽ കമ്മലിട്ടാൽ എന്ത് പ്രയോജനം? കണ്ഠത്തില് മാല ധരിച്ചാൽ എന്ത് പ്രയോജനം? കയ്യില് കൈവളകൾ ധരിച്ചാൽ എന്ത് പ്രയോജനം? ഈ ശരീരത്തിലെ അംഗങ്ങളിലൊക്കെ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഉള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞു നടക്കുമ്പോൾ നമ്മൾ സ്വയം ഭയങ്കര ഭംഗിയുള്ളതായിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ചുകൂടെ വാല്യൂ ഉള്ള ആളായിട്ടൊക്കെ നമുക്ക് സ്വയം തോന്നും. പക്ഷേ ഇതല്ലേ, ഈ പറഞ്ഞതല്ലേ ശരിക്കും ഭൂഷണം? ദാനം, സത്യം, ശാസ്ത്രശ്രവണം. അതുപോലെ തലയ്ക്ക് ഭൂഷണം. ഇപ്പൊ ഹസ്തസ്യ പറഞ്ഞു, കണ്ഠസ്യ പറഞ്ഞു, ശ്രോത്രസ്യ പറഞ്ഞു. അതുപോലെ ശിരസ്സിന്, തലയ്ക്ക് ഭൂഷണം വിവേകമാണ്. വേറെ അവിടെ ധരിക്കുന്ന സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങളോ വെള്ളി കൊണ്ടുള്ള വിവേകമാണ് ശിരസിന്റെ ആഭരണം. എന്നിട്ട് ശങ്കരാചാര്യസ്വാമി വിവേകം എന്ന പദത്തിന് 3 അർത്ഥം പറയുന്നുണ്ട്. ഒന്ന്, വിവേചനം എന്നതിനൊരു മീനിങ് പറയും. വിവേചനം, തരംതിരിച്ച് അറിയുക, സെപ്പറേറ്റ് ആയിട്ട് അറിയുക, പിരിച്ചറിയുക എന്നൊക്കെ പറയാം. നല്ലതും ചീത്തയും വേറെ വേറെ അറിയാൻ പറ്റുക, നല്ലതും മോശമായതും ചേർന്നിരിക്കുന്നതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള അറിവ്. ഇപ്പൊ ലോകത്തില് സത്യവും അസത്യവും കലർന്നിരിപ്പുണ്ട് പല കാര്യങ്ങളിലും. അപ്പൊ അതിൽ സത്യം ഏതാണ് അസത്യം ഏതാണ് എന്ന് തിരിച്ച് അറിയാനുള്ള കഴിവ് ആണ് വിവേചനം. ലോകത്തിൽ മുഴുവൻ അതാണ്. മായയുടെ ഒരു വലിയൊരു കളിയാണ് അത്. നമുക്ക് സത്യമാണെന്ന് തോന്നും, അത് അസത്യമായിരിക്കും. ശരിയാണെന്ന് തോന്നും, അത് തെറ്റായിരിക്കും. നല്ലതാണെന്ന് തോന്നും, അത് ചീത്തയായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ പിടിച്ചതാണ് മായയുടെ പ്രവൃത്തി. അപ്പൊ അത് എങ്ങനെ പറ്റും എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രശ്രവണം കൊണ്ടും ഗുരു ഉപദേശം കൊണ്ടും ഗുരു അനുഗ്രഹം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും ഈ വിവേചന ബുദ്ധി ഉണ്ടാവും. അതാണ് നേരത്തെ പറഞ്ഞ കർമ്മകാണ്ഡത്തിൽ കൂടി സഞ്ചരിച്ച് ഈശ്വരാരാധനകള്, ക്ഷേത്ര ദർശനങ്ങള്, പുണ്യ തീർത്ഥങ്ങളിലുള്ള സ്നാനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി വരുമ്പോഴത്തേക്കും ഈ വിവേചനം എന്ന ആ കഴിവ് തനിയെ അവിടെ ഉണ്ടാകും. പിന്നെ പറയുന്നു, വിവേചനം മാത്രം പോരാ, ഒരു ശക്തിയും കൂടെ വേണം. വിവേചന ശക്തി, വിവേചനം ഉണ്ടാകണം, പിന്നെ വിവേചന ശക്തി. അതിന്റെ പേരാണ് വിവേകം. വിവേചന ശക്തിയാണ് ഇത്ര വിവേകം. എന്താ വെച്ചാൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണമല്ലോ. ആ ഒരു ശക്തി ഉപയോഗിക്കാൻ പറ്റണ്ടേ? തിരിച്ചറിഞ്ഞു
ആ തിരിച്ചറിവിനെ ഉപയോഗിക്കാനും കൂടെ സാധിക്കും. അതിന് വിവേകം. പിന്നെ ഒരർത്ഥം പറയുന്നത് പിരിച്ചെടുത്ത ശേഷം കിട്ടുന്ന ജ്ഞാനത്തിനെയും ഈ പറഞ്ഞ വിവേകം എന്ന് പറയും. അപ്പൊ 3 തരത്തിലാണ് അർത്ഥം പറയുന്നത്. നമ്മൾ എങ്ങനെ തിരിച്ചെടുത്തു, ആ തിരിച്ചെടുത്തപ്പോൾ ഒരു ജ്ഞാനമുണ്ടായി, ഒരു അറിവുണ്ടായി, അതിനെയും ഈ പറഞ്ഞ വിവേകം എന്ന് പറയും. അപ്പൊ അങ്ങനെ 2-3 തരത്തിൽ തന്നെ അർത്ഥം പറയുന്നു, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. പിന്നെ അർത്ഥം എന്നുള്ളതല്ല, കാര്യം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഇതിൽ നിന്ന് ഉൾക്കൊള്ളുക. നമ്മുടെ ജീവിത ലക്ഷ്യമാണ് നമുക്ക് അറിയാത്തൊരു കാര്യം, അല്ലേ? നമുക്കറിയാത്തൊരു കാര്യമുണ്ട്. എന്താണ് ജീവിത ലക്ഷ്യം? ഇപ്പൊ നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് ജീവിതത്തിൽ നമുക്ക് എന്തോ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അറിയാതെ തന്നെ എന്തോ ഒരു കുറവ് നമുക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞത്. ഇവിടെ വേറൊന്നും അറിയാനല്ലല്ലോ വന്നിരിക്കുന്നത്. ശാസ്ത്രത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്താനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനുള്ള കുറുക്കുവഴി ഉണ്ടോ എന്നറിയാനോ, ലൗകികമായിട്ടുള്ള ഒരു ആഗ്രഹവും വെച്ചുകൊണ്ടല്ല ഇപ്പോ നമ്മൾ ഇതിനകത്ത് വന്നത്. എന്തോ ഒരു കുറവുണ്ട് ജീവിതത്തിൽ, ഒരു തൃപ്തിക്കുറവുണ്ട്, സംതൃപ്തമായിട്ടില്ല. എന്തെല്ലാമോ നേടി, എന്തെല്ലാമോ സംഭവിച്ചു, ഇത്രയും വർഷം മുന്നോട്ട് പോയി, ഇപ്പോഴൊരു പൂർണ്ണത നമ്മുടെ ഉള്ളിലില്ല. എവിടെയോ എന്തൊരു കുറവുണ്ട്. ആ കുറവ് ആണ് നമ്മളെ ഈ നല്ല വഴിയിലേക്ക് നയിക്കുന്നത്. മറ്റേത് തെറ്റായിട്ട് എനിക്കെല്ലാം ഉണ്ടെന്ന് തെറ്റ്. ധാരാളം പണം ഉണ്ടാകുമ്പോൾ വിചാരിക്കും എനിക്കെല്ലാം ആയി എന്ന്. കുറെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ എനിക്കെല്ലാം ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ഇതൊക്കെ സെക്കൻഡ് വെച്ച് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നതാണ്, എന്തൊക്കെയാണ് നമ്മുടെ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മളെപ്പോലെ കുറച്ചു പേർക്ക് ഒരു തോന്നൽ വന്നു, ഇതല്ലല്ലോ യഥാർത്ഥമായിട്ടുള്ള സംതൃപ്തി തരിക. ശാസ്ത്രങ്ങളും ഗുരുനാഥന്മാരും ഒക്കെ വേറെ ഒരു ആനന്ദത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഒരു ആത്മജ്ഞാനം എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ. അതെന്താണ് എന്നറിയണം എന്നുള്ള ഒരു ആഗ്രഹം വന്നപ്പോഴാണ് നമ്മൾ ഇതിലേക്കൊക്കെ തിരിഞ്ഞിരിക്കുന്നത്. പല പല വഴിയിൽ കൂടെ ഇങ്ങനെ വരുന്നു. എല്ലാവരും ഒരു സ്ഥലത്തേക്ക് തന്നെ വരുന്നത്, പല വഴിയാണെന്ന് മാത്രം. അപ്പൊ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? യഥാർത്ഥ ലക്ഷ്യമല്ലാത്ത ഒന്നിനെ നമ്മൾ തെറ്റായിട്ട് എടുത്തു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോ പറയാൻ പറ്റില്ല കേട്ടോ, ഇതുവരെയുള്ള സമയം നമ്മൾ ഈ ഉപനിഷത്ത് പഠനത്തിലേക്കും ശാസ്ത്ര പഠനത്തിലേക്കും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത്, നമ്മുടെ ലക്ഷ്യം വേറെ എന്തോ ലക്ഷ്യത്തിൽ നമ്മൾ പ്രവർത്തിച്ചല്ലോ ഇത്രയും വർഷം. ഓരോരോ ലക്ഷ്യങ്ങൾ ഓരോരോ പ്രായത്തിൽ വന്ന് മുന്നോട്ട് വന്നു. അപ്പൊ അവിടെയൊക്കെ ശരിക്കും യഥാർത്ഥ ലക്ഷ്യത്തിലേക്കല്ല നമ്മൾ അവിടെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ടും ധർമ്മപരമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടും ധർമ്മം ഉള്ളിൽ ഉണ്ടായതുകൊണ്ടും സത്യം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും നമുക്കത് മനസ്സിലായി, അതല്ല ലക്ഷ്യം. എവിടെയോ ശാസ്ത്രശ്രവണം എങ്ങനെയൊക്കെയോ നമ്മുടെ ചെവിയിൽ വന്നുപെട്ടു. യഥാർത്ഥമായത് അതൊന്നുമല്ല, സാക്ഷാത്കാരമാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്, പൂർണ്ണ സംതൃപ്തി നേടലാണ്, അതാണ് മോക്ഷം എന്നൊക്കെ മനസ്സിലായപ്പോൾ അതിനുള്ള വഴികൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ദുഃഖം വന്നത് എപ്പോഴാണ്? തെറ്റായ ലക്ഷ്യത്തിൽ കൂടി പോകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ശോകവും ദുഃഖവും ഉണ്ടാകുന്നത്. ഉപനിഷത്ത് പഠനത്തിൽ കൂടി മുന്നോട്ട് പോയാൽ അവിടെ ശോകത്തിനോ ദുഃഖത്തിനോ സ്ഥാനമില്ല. അറിവ് നേടുക എന്നുള്ള ലക്ഷ്യം മാത്രമായിട്ട് മുന്നോട്ട് പോകുക. അവിടെ കിട്ടിയില്ല, നല്ലത് കിട്ടി, കുറച്ച് കിട്ടി, കൂടുതൽ കിട്ടി, എനിക്ക് കിട്ടിയ അളവ് കുറവ്, മറ്റേ ആൾക്ക് കിട്ടിയ അളവ് കൂടുതൽ, ഇങ്ങനെയൊന്നും അവിടെ ഇല്ല. ഓരോ ഇൻഡിവിജ്വലിനെയും അവനവന് കിട്ടുന്ന അറിവ്. ഇന്നിപ്പോ ഒരു ശകലം മനസ്സിലായെങ്കിൽ നമുക്ക് സന്തോഷമാണ്, നാളെ കുറച്ചുകൂടി മനസ്സിലായ ഒന്നുകൂടെ സന്തോഷമാണ്. അവിടെ ശോകത്തിന് സ്ഥാനമില്ല, ദുഃഖമില്ല. എന്ത് ദുഃഖം? ഉപനിഷത്ത് പഠിക്കുമ്പോൾ എന്ത് ദുഃഖം? ഒരു ദുഃഖമില്ല. നേരത്തെ തത്വബോധം പഠിച്ചപ്പോൾ എന്തെങ്കിലും ദുഃഖം ഉണ്ടായോ? ഉണ്ടായില്ല. അതൊന്നും വരില്ല. അതൊക്കെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സുഖം തരുന്ന ഒരു വസ്തു പിന്നീട് ദുഃഖം തരുമെന്ന് നമ്മൾ പഠിച്ചു. ഏത് വസ്തു സുഖം തരുന്നുവോ അത് ദുഃഖം തരും. പെട്ടെന്നൊരു ചോദ്യം ചോദിക്കും, അതെങ്ങനെയാണെന്ന്. ഒന്നും വേണ്ട, അത് കിട്ടാതിരുന്നാൽ മതിയല്ലോ, അല്ലെങ്കിൽ കിട്ടിയത് നഷ്ടപ്പെട്ടാൽ മതി. സുഖം തരുന്നൊരു വസ്തു എങ്ങനെയാ ദുഃഖം തരിക? ഒരിക്കലും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ, സുഖം തരുന്നൊരു വസ്തുവെ ആഗ്രഹിച്ച് കൈക്കലാക്കി അടുത്ത സെക്കൻഡിൽ അതിനെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ദുഃഖമായില്ലേ? അപ്പൊ ആരാണ് ദുഃഖം തന്നത്? സുഖം തരുന്ന വസ്തു തന്നെയാണ് ദുഃഖം തരുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിച്ചറിയാം, എത്രയോ സുഖം തന്ന വസ്തുക്കൾ പിന്നീട് ദുഃഖം തന്നിട്ട് പോയിട്ടുണ്ട്. ചിലത് ഇപ്പോഴും ദുഃഖത്തെ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
ഒരുപാട് പ്രാർത്ഥിച്ച്, ഒരുപാട് അമ്പലങ്ങളിൽ വഴിപാട് ചെയ്ത്, കുട്ടികളില്ലാതിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടി, ഈശ്വരനോട് കരഞ്ഞ് പിഴിഞ്ഞ് ഒരു കുഞ്ഞിനെ തരണം എന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ച് മേടിച്ചിട്ട് ആ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അച്ഛനമ്മമാര് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മാത്രമല്ല ഉപദ്രവിക്കുകയും കൂടെ ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള മാനസികാവസ്ഥ, അതിഭയങ്കരമായ ഭക്തി, അതിനുശേഷം കുഞ്ഞുണ്ടായപ്പോൾ അതിലും സന്തോഷം, ഈശ്വരനോട് ഒരുപാട് നന്ദി പറഞ്ഞു, ഭയങ്കര സന്തോഷം, ലാളിച്ച് ലാളിച്ച് വളർത്തി. കുറച്ചു മുന്നോട്ട് പോകും തോറും അനുസരണക്കേടുകൾ കണ്ടു തുടങ്ങുമ്പോൾ വിഷമങ്ങൾ തുടങ്ങി. അവസാനം നേരെ തിരിഞ്ഞു പ്രവർത്തിക്കുക. നമുക്ക് താങ്ങാൻ പറ്റുമോ? അങ്ങനെയുള്ള എത്രയെത്ര വാർത്തകൾ ആ പത്രത്തിൽ കാണുന്ന ഓരോ ദിവസവും, എന്തെല്ലാം തരത്തിലാണ്. അപ്പൊ എന്തായി? ഒരു സമയത്ത് ഭയങ്കര നല്ല സുഖം തന്നിരുന്ന അത് നേരെ തിരിഞ്ഞ് അത്യധികം ദുഃഖം തീരുന്നതായി മാറി. മരണം വരെ ആ ദുഃഖം പോകാത്ത രീതിയിൽ ഈ ശരീരം വിടുമ്പോഴും ഈ ദുഃഖത്തോടു കൂടി തന്നെ ശരീരം, സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് സൂക്ഷ്മ ശരീരത്തിൽ ഈ ദുഃഖം കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ വന്നുപെടുന്നു. അതുകൊണ്ട് ആ ലക്ഷ്യം തെറ്റായിരുന്നു. അതാണ് അവിടെ പറ്റിയത്. അതിന്റെ കാരണം ലക്ഷ്യം തന്നെ. നമ്മൾ സാധനയെ സാധ്യമാക്കി, അതാണ് പറ്റിയത്. സാധനകളാണതെല്ലാം. അതിനെ സാധനയായിട്ട് എടുത്തിരുന്നെങ്കിലോ, ഓരോ ഈശ്വരനോടൊരു വഴിപാട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോഴും ഭഗവാനെ ഇത് സാധനയാണ്, എന്നെ നേർവഴിക്ക് നയിക്കണം, എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് മനസ്സിലൊക്കെ, പക്ഷെ ഇതുകൊണ്ടുള്ള അപകടങ്ങളൊന്നും എനിക്ക് വരരുത്, എൻ്റെ ഇതാണ് ഇപ്പോഴത്തെ ആഗ്രഹം, ഇതൊന്ന് സാധിച്ചു തരണം, പക്ഷെ അത് ധർമ്മപരമായിട്ട് വേണം എന്ന് പ്രാർത്ഥിച്ച് അതിനെ ഒരു സാധനയാക്കാം. ഈശ്വര, ഞാൻ ഇതൊരു സാധനയായിട്ടാണ് എടുക്കുന്നത്, ഇതെന്റെ അന്തിമ ലക്ഷ്യമല്ല, ഇതൊരു സാധന മാത്രമാണ് എന്ന് അവിടെ തിരിച്ചറിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാം ഈശ്വരൻ തരും. അങ്ങനെ ചെയ്യാറില്ല പലരും. അതാണൊരു കഷ്ടപ്പാടുകളുടെ വലിയൊരു സംഭവം അവിടെ. നമുക്ക് ശരീരം കിട്ടിയിരിക്കുന്നത് പാപപുണ്യങ്ങളുടെ പ്രശ്നം കൊണ്ടാണ്, അതിൻ്റെതായ അനുഭവങ്ങളൊക്കെ വരും. എന്നാലും ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആ ബലം കൊണ്ട് വളരെ ഈസി ആയിട്ട് അതിനെയൊക്കെ തരണം ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാം, ഇതൊരു സാധനയാണ് എന്ന് പ്രാർത്ഥിക്കാം. എന്നെ നമ്മൾ പറയാറില്ലേ, പരീക്ഷണങ്ങൾ കൂടി കടത്തിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ, എന്നാലും ഞാൻ ഭഗവാനെ വിടില്ല എന്ന് പറയാറില്ലേ? അത് തന്നെ. ആ വഴിയിലേക്ക് കൂടെ പോയാൽ ഈ ദുഃഖങ്ങൾ നമ്മളെ വിട്ട് അകലും. മാത്രമല്ല, കുറച്ചങ്ങൾ പോകുമ്പോൾ ആ പരീക്ഷണങ്ങളൊക്കെ നമ്മളെ വിട്ടൊഴിഞ്ഞിട്ട് നല്ല രീതിയിലുള്ള സുഖമായിട്ട് ഈശ്വരനെ ഭജിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി തരും. ഇപ്പൊ ഓൾഡ് ഏജിൽ പലരും അങ്ങനെ അനുഭവിക്കുന്നവരുണ്ട്. സമ്പത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, ആരോഗ്യത്തിനും വലിയ പ്രശ്നങ്ങളില്ല, കുട്ടികളെ കൊണ്ടും വലിയ ഉപദ്രവങ്ങളൊന്നുമില്ല, നാട്ടുകാരെ കൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാലാവസ്ഥയും വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങള് ഈശ്വരൻ തന്നെ ഒരുക്കി തരും. അതാണ് മനസ്സിന്റെ നൈർമല്യത്തിൽ കൂടി വരുന്നത്. മനസ്സിന്റെ നൈർമല്യമാണ് അതിലേക്ക് എത്തിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ ശുദ്ധി, കൈയുടെ ശുദ്ധി, കണ്ടത്തിന്റെ ശുദ്ധി, ചെവിയുടെ ശുദ്ധി, തലയുടെ ശുദ്ധി, ഇതെല്ലാം ചേർന്ന് വരുമ്പോ ഈശ്വരൻ നമ്മളെ കൈ പിടിച്ച് നടത്തിക്കൊണ്ടുപോകും. കൈ പിടിച്ചെന്നല്ല, കൈക്കുള്ളിൽ കൊണ്ടുപോകുന്ന വേണം പറയാൻ. കൈ പിടിച്ചെന്ന് പോലും പറയാൻ വയ്യ, കൈക്കുള്ളിൽ നമ്മളെ എടുത്തു കൊണ്ടുപോയി എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും. ഇപ്പൊ ജീവിതത്തില് പണം വേണം, പക്ഷെ പണത്തിന് വേണ്ടി മാത്രമാകാമോ നമ്മുടെ ജീവിതം? സാധനാരൂപമായിട്ട് ജീവിക്കാൻ സാധിക്കണം. ജീവിക്കാൻ ഭക്ഷണം വേണം, പക്ഷെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമാകണോ ജീവിതം? അങ്ങനെ പാടില്ലല്ലോ. ജീവിക്കാൻ ഭക്ഷണം വേണം, പക്ഷെ ഭക്ഷണത്തിന് മാത്രമാണ് എന്റെ ലക്ഷ്യം. ധാരാളം ഭക്ഷണം കഴിക്കുന്നത് മാത്രമാണ്, രാവിലെ വൈകിട്ടും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒരു 10 പ്രാവശ്യം ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുക. അതല്ലല്ലോ. അപ്പോ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു, ആദ്യം വേണ്ടത്, ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് വിവേകമാണ്. എന്താണ് എന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുന്ന ആ വിവേകം, അതാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത്. ലക്ഷ്യത്തെ തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാകണം. പിന്നെന്താ അറിയണ്ടേ? ലക്ഷ്യം നേടാനുള്ള സാധനയെയും അറിയണം. ഈ വിവേകം കൊണ്ട് തന്നെ ലക്ഷ്യത്തെയും അറിയണം, ലക്ഷ്യം നേടാനുള്ള സാധനയെയും അറിയണം. ഇവിടെ ശങ്കരാചാര്യസ്വാമികള് ചൂടാമണിയിൽ കൂടി ജീവിത ലക്ഷ്യത്തെയും
അത് നേടാനുള്ള മാർഗത്തെയും പറഞ്ഞു തരുന്നു. ഈ ഗ്രന്ഥം പഠിച്ചാൽ ജ്ഞാനം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധയോടെ പഠിക്കാം. നമുക്ക് ജ്ഞാനം അതിനാണല്ലോ നമ്മൾ ജ്ഞാനത്തിനാണല്ലോ നമ്മൾ പരിശ്രമിക്കുന്നത്. ഈ ഗ്രന്ഥം പഠിച്ചാൽ ജ്ഞാനം ഉണ്ടാകും എന്ന് പറയും. അപ്പൊ വെറും പഠനം എന്നുള്ളത് വെറും പഠനമായിരിക്കരുത്. ആചാരത്തോടു കൂടി അതിനെ ആചരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഈ പഠിക്കുന്നതൊക്കെ ജീവിതത്തിൽ ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ഗ്രന്ഥം ജ്ഞാനം തരും. ശങ്കരാചാര്യസ്വാമികളാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് സംശയമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അതിനാൽ ഇതിന്റെ പേര് വിവേക ചൂടാമണി, ജ്ഞാനം തരും. അതിനാലാണ് ശങ്കരാചാര്യസ്വാമികളെ പേര് ഇട്ടെ. ഈ ഗ്രന്ഥം നമുക്ക് ജ്ഞാനത്തെ തരും. അതിനാൽ ഇതിന്റെ പേര് വിവേക ചൂടാമണി. ശിരസിന്റെ ശോഭ വിവേകം, ശിരസിന്റെ ആഭരണം വിവേകമായിരിക്കണം. അപ്പൊ ഇതൊരു സാധാരണ ഒരു ഗ്രന്ഥമല്ല, വളരെ 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 ഉത്തമമായ ഒരു ഗ്രന്ഥമാണ് ശങ്കരാചാര്യസ്വാമികളുടെ ഈ വിവേക ചൂടാമണി. ശങ്കരാചാര്യസ്വാമികള് ഈശ്വര പ്രാർത്ഥനയോടെയാണ് ഈ ഗ്രന്ഥം രചന ആരംഭിക്കുന്നത്. മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോ എന്തിനാണ് ആദ്യമേ ഈശ്വര പ്രാർത്ഥന ഓരോ ഗ്രന്ഥത്തിലും വരുന്നത്? അതിന് രണ്ട് പ്രയോജനങ്ങളാണ് പറയുന്നത്. സാധാരണയായിട്ട് പറയുന്ന രണ്ട് പ്രയോജനങ്ങൾ. ഒന്ന്, ഈ ഗ്രന്ഥത്തിന്റെ കംപ്ലീഷൻ, അതായത് ഇത് പൂർണ്ണമായിട്ടും രചിച്ച് തീർക്കണം, ഇതിന്റെ രചന പൂർണ്ണമാകണം. ഗ്രന്ഥസമാപ്തി എന്ന് പറയും. ഗ്രന്ഥസമാപ്തി, ഈ ഗ്രന്ഥത്തിന്റെ കംപ്ലീഷൻ. തടസ്സമില്ലാതെ ഗ്രന്ഥരചന നടക്കണം, ഗ്രന്ഥരചന വിജയമായി തീരുകയും വേണം. പിന്നെ ഒന്ന് പറയുന്നത് ഗ്രന്ഥ പ്രസിദ്ധി, കീർത്തി ലഭിച്ച് പ്രയോജനം വേണം. വെറുതെ പ്രയോജനം വരത്തില്ല. ഈ ഗ്രന്ഥത്തിനൊരു കീർത്തി വന്നാലേ അത് എല്ലാവരുടെ ഇടയ്ക്ക് എത്തുള്ളൂ. കീർത്തി വന്നു കഴിയുമ്പോൾ ഈ ഗ്രന്ഥത്തെ എല്ലാവരും അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് ഓരോരുത്തർ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കൊക്കെ അതിന്റെ പ്രയോജനം ലഭിക്കും. അപ്പൊ കീർത്തി ലഭിച്ച പ്രയോജനം വേണം, ഗ്രന്ഥപ്രസിദ്ധി എന്ന് പറയും. എന്താ വെച്ചാൽ ഇവിടെ ശങ്കരാചാര്യസ്വാമികൾക്ക് പ്രസിദ്ധി വേണ്ടല്ലോ, രചയിതാവിന് ഇവിടെ പ്രസിദ്ധി ഒന്നും ആവശ്യമില്ല. ശങ്കരാചാര്യസ്വാമികൾക്ക് ഗ്രന്ഥം രചിച്ചിട്ട് ഒരു പ്രസിദ്ധി വേണ്ട. അപ്പൊ എന്ത് കീർത്തി ലഭിച്ച പ്രയോജനമാണ് ഇവിടെ പറയുന്നത്? ഗ്രന്ഥത്തിന് പ്രചാരണം വന്ന് പല ശിഷ്യന്മാരും ഇത് എടുത്ത് പ്രചരണം ചെയ്ത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടണം. അപ്പൊ അതിൽ തന്നെ നമ്മൾ കാണാം, പല ശിഷ്യന്മാരും അവനവന്റെ പേര് ആഗ്രഹിക്കാതെ ഗുരുവിന്റെ പേരിൽ പുസ്തകങ്ങൾ സമർപ്പണം ചെയ്യും, ഗ്രന്ഥങ്ങൾ. ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ടത്തെ കാര്യം. പണ്ടൊക്കെ ഇപ്പൊ ഗുരുവിന്റെ പേരും കൂടെ അവനവന്റെ പേരിന് കൂടെ വെച്ചുകൊണ്ട് പ്രസിദ്ധിയാവാൻ വല്ല മാർഗം ഉണ്ടോന്നാണ് ഇപ്പൊ നോക്കുന്നത്. പണ്ട് അങ്ങനെയല്ല. നല്ല ഗുരുവിന്റെ ശിഷ്യന്മാര് അവരുടെ പേര് അവർ പറയുകയില്ല. അവര് ഗുരുവിൽ നിന്ന് കിട്ടിയ പല കാര്യങ്ങളെയും ആ ഗുരുവിന്റെ പേര് വെച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അങ്ങനെ നടക്കും. ഗുരുവിന്റെ പേരിൽ സമർപ്പണം ചെയ്യും. ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ എന്തിനാ ഈ പ്രാർത്ഥന ചൊല്ലണേ? ഇത് രചിക്കുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ എന്തിനാ ഈ പ്രാർത്ഥന ചൊല്ലണേ? അതൊരു ചോദ്യം ചോദിക്കൂലോ. എല്ലാത്തരം ചോദ്യങ്ങളും ഇതിനകത്ത് വരും. അപ്പൊ അതിനും രണ്ട് കാരണം പറയുന്നു. എന്തിനാണ് നമ്മൾ ഇത് ചൊല്ലുന്നതെന്നുള്ളതിന് രണ്ട് കാര്യം പറയുന്നു. ഗ്രന്ഥസമാപ്തി അവിടെയുമുണ്ട്. രചിക്കുമ്പോൾ ഉള്ള സമാപ്തി പോലെ തന്നെ നമ്മൾ ഇത് പഠിക്കാൻ തുടങ്ങിയാൽ ഇത് പൂർണ്ണമായിട്ടും പഠിച്ചു തീരണ്ടേ? പകുതിക്ക് വെച്ച് നിർത്തിപ്പോയാലോ പ്രയോജനം കിട്ടില്ല. മുഴുവനായിട്ട് പഠിച്ചു തീരണം. അപ്പൊ അതിന് പല തടസ്സങ്ങളും ഉണ്ടാകാം. പുറത്തുനിന്ന് പല തടസ്സങ്ങളും ഉണ്ടാകാം. പലതരത്തിലും പുറത്തുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. പിന്നെ അകത്തുള്ള തടസ്സവും വരും. അകത്തുള്ള തടസ്സം എന്താണ്? ഉത്സാഹം കുറയും. പതുക്കെ പതുക്കെ ഉത്സാഹം കുറഞ്ഞു. അപ്പൊ അതിനൊക്കെ വേറെ കാരണങ്ങളുണ്ടാകാം. എന്തായാലും ഇതിലേക്കുള്ള ഉത്സാഹം കുറഞ്ഞാൽ അതിന്റെ പ്രയോജനം പോയല്ലോ. അപ്പൊ അങ്ങനെയൊന്നും വരരുത്. മുഴുവനായിട്ട് പഠിച്ചു തീരണം. പുറത്തുനിന്നൊരു തടസ്സവും വരരുത്, അകത്തു നിന്നും ഒരു തടസ്സവും വരരുത്. അതാണ് രണ്ടാമത്തെ രീതിയിൽ, രണ്ട് കാരണത്തിൽ ഗ്രന്ഥസമാപ്തിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം.
പിന്നെ ഗ്രന്ഥ അവഗതിഹി എന്ന് പറയും. ഗ്രന്ഥ അവഗതി, ഗ്രന്ഥത്തിലെ ആശയങ്ങൾ, ഗ്രന്ഥകർത്താവ് എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ആശയം നമുക്കും അതുപോലെ മനസ്സിലാവണം, പഠിച്ചത് മനസ്സിലാവണം എന്നർത്ഥം. വെറുതെ മനസ്സിലായാൽ പോരാ, ഗ്രന്ഥകാരൻ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ രീതിയിൽ മനസ്സിലാവണം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അതാണ്. പലരും ഓരോ ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് ഓരോരോ വ്യാഖ്യാനങ്ങൾ സ്വന്തമായിട്ട് അതിന് കൽപ്പിച്ച് ഡിക്ഷണറി മീനിങ് ഒക്കെ വെച്ചുകൊണ്ട് പലതും പറയും. ഒരിക്കലും അങ്ങനെയൊന്നും പറ്റില്ല. വേദാന്ത ഗ്രന്ഥങ്ങളൊന്നും ഡിക്ഷണറി മീനിങ്ങിൽ കൂടെ പോയാൽ ഒന്നും ആവില്ല. ആവില്ലെന്ന് മാത്രമല്ല, തെറ്റായ വഴി കൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യും. തിരിച്ചു വരുമ്പോഴേക്കും ആയുസ്സും കഴിയും. അപ്പൊ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ ശരിക്കും മനസ്സിലാകണം. അതിനെന്ത് വേണം? ഗുരു അനുഗ്രഹം വേണം, ഈശ്വര അനുഗ്രഹം വേണം. എന്നാൽ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് ശരിയായിട്ടുള്ള ആശയങ്ങൾ അങ്ങോട്ട് പ്രവഹിക്കുകയുള്ളൂ. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും പഠിക്കണ്ട, ഒരു നോട്ടം മാത്രം മതി. അങ്ങനെയാണല്ലോ രമണ മഹർഷിയുടെ ഒക്കെ മുമ്പില് എത്രയോ പേർക്ക് അങ്ങനെയുള്ള അനുഭവമുണ്ട്. ഒരു ദർശനം, അവിടെ ഇരിക്കും, പരസ്പരം ഒന്ന് നോക്കും, കഴിഞ്ഞു. എല്ലാം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. ശിഷ്യനിലേക്ക് അല്ലെങ്കിൽ ആരാണോ വന്ന് ആഗ്രഹിക്കുന്ന അവരിലേക്ക് എത്തിക്കഴിഞ്ഞല്ല. അങ്ങനെ ആ ആശയം മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഗുരു അനുഗ്രഹം വേണം, ഈശ്വര അനുഗ്രഹവും വേണം. ഈശ്വര അനുഗ്രഹങ്ങൾ എങ്ങനെ ഉണ്ടാവും? നേരത്തെ പറഞ്ഞ പോലെ കർമ്മകാണ്ഡത്തില് കൂടി നല്ല പ്രവർത്തികൾ ചെയ്ത് ധർമ്മപരമായി ജീവിച്ച് കുറേ നാളുകൾ കൊണ്ട് മനസ്സ് ശുദ്ധമാകുമ്പോൾ ഈശ്വരാനുഗ്രഹം അവിടെ ഉണ്ടാകും. ഇവിടെ ആരെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ് ശങ്കരാചാര്യസ്വാമികൾ അതിനകത്ത് വരുന്നത്? സാധാരണ 3 രീതിയിൽ പ്രാർത്ഥന ചെയ്യും എന്നാണ് പറയുന്നത്. ഒന്ന്, ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കും. ശിവഭക്തൻ ശിവനെ പ്രാർത്ഥിക്കും, രാമഭക്തൻ രാമനെ, അങ്ങനെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവര് അവനവന്റെ ഇഷ്ടദേവതയെ കുറിച്ചുള്ള ഒരു ശ്ലോകം, പ്രാർത്ഥനാ ശ്ലോകമായിട്ട് എഴുതിയിട്ട് അത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകും. പിന്നെ ഈശ്വര പ്രാർത്ഥനയായിട്ട് ചിലർ ചെയ്യും. പ്രത്യേക നാമരൂപമൊന്നും വെക്കില്ല, ഇഷ്ടദേവതയെ പോലെ നാമരൂപമൊന്നും വെക്കില്ല. സൃഷ്ടിസ്ഥിതി സംഹാരം, ആ 3 കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ മാത്രം പറഞ്ഞുകൊണ്ട് പറയും. പ്രത്യേക നാമമൊന്നും പറയില്ല, ആ ഒരു ശക്തി എന്ന് മാത്രം പറയും. സർവ്വതിനും കാരണമായ സർവേശ്വരൻ എന്ന് മാത്രം പറയും. എല്ലാത്തിനും കാരണഭൂതനായ ആ ശക്തി എന്ന് പറയും. അങ്ങനെ ഒരു കൂട്ടർ. പിന്നെ ചിലര് ഗുരുവിന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിനെ കുറിച്ചുള്ള പ്രാർത്ഥന പാടി ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചിലര് നിർഗുണ ബ്രഹ്മ പ്രാർത്ഥനയും ചെയ്യാറുണ്ട്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നുള്ള രീതിയിൽ നിർഗുണ ബ്രഹ്മത്തെ. ഇവിടെ ശങ്കരാചാര്യസ്വാമികള് ഗുരുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഗുരുവിനെ പരബ്രഹ്മമായി തന്നെയാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നത്. ഗുരുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഗുരുവിനെ പരബ്രഹ്മമായി തന്നെ പറയുന്നു. ഗുരുവിന്റെ പേര് പറഞ്ഞ് ഗുരുവിനെ പരബ്രഹ്മമായി കണ്ട് ഗുരുവിന് പരബ്രഹ്മ ലക്ഷണവും കൊടുക്കും. വെറുതെ പറയല്ല, ആ ഗുരുവിനെ പരബ്രഹ്മമായി കാണുന്നു, എന്നിട്ട് ആ ഗുരുവിന് പരബ്രഹ്മ ലക്ഷണത്തെ നമുക്ക് പറഞ്ഞു തരും. ഗുരു ബ്രഹ്മജ്ഞാനിയാണ്, ഗുരു ബ്രഹ്മനിഷ്ഠനാണ്, അതിനാൽ പരബ്രഹ്മമാണ് അദ്ദേഹം. പരബ്രഹ്മമാവണമെങ്കിൽ ബ്രഹ്മജ്ഞാനിയാവണം, ബ്രഹ്മനിഷ്ഠനുമാണ്, നിർബന്ധമാണ്. ബ്രഹ്മനിഷ്ഠ ഇല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനി കൊണ്ട് ആവില്ല. ബ്രഹ്മജ്ഞാനിയായാൽ ഓട്ടോമാറ്റിക്കലി നിഷ്ഠ വരും, അത് വേറെ കാര്യം. പക്ഷെ നിഷ്ഠ വേണം, നിർബന്ധമാണ്. അങ്ങനെയുള്ള ഗുരുവിനെ നമസ്കരിക്കുന്നു എന്നാണ് ഇവിടെ പ്രാർത്ഥനാ ശ്ലോകം. എന്താണ് ശ്ലോകം എന്ന് നമുക്ക് നോക്കാം. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം, ഗോചരവും അഗോചരവുമാണ്. ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. പ്രണതോസ്മ്യഹം എന്നാണ്.
ഈ ശ്ലോകത്തിലെ അവസാന വരി നമുക്കൊന്ന് നോക്കാം. സദ്ഗുരും പ്രണതോസ്മി അഹം. അതാണ് പ്രണതോസ്മ്യഹം എന്ന് പറയാൻ കാരണം. സദ്ഗുരും പ്രണതോസ്മി അഹം. പ്രണതഃ അസ്മി അഹം. അഹം അസ്മി, ഞാൻ അങ്ങനെ ഇരിക്കുന്നു. എങ്ങനെ? പ്രണതഃ, വണങ്ങിക്കൊണ്ട്, വണങ്ങിയവനായി, നമസ്കരിച്ചുകൊണ്ട്. പ്രണതഃ അസ്മി അഹം. അഹമസ്മി എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്നു. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പ്രണതഃ, പ്രണമിച്ചുകൊണ്ട്, വണങ്ങിക്കൊണ്ട്, വണങ്ങിയവനായി എന്നൊക്കെ പറയാം. അപ്പോൾ ചോദിക്കുന്നു, ആരെയാണ് വണങ്ങുന്നേ? ഞാനിങ്ങനെ വണങ്ങിക്കൊണ്ടിരിക്കുന്നു. ശരി, ആരെ വണങ്ങുന്നു? സദ്ഗുരും, സദ്ഗുരുവിനെ വണങ്ങുന്നു. ആരാണ് സദ്ഗുരു? ബ്രഹ്മോപദേശം തന്ന ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മോപദേശം തന്ന ഗുരു എന്ന് പറയാം. ശങ്കരാചാര്യ സ്വാമികൾക്ക് അത് പറയാൻ പറ്റും. കാരണം അവിടെ നിന്നാണല്ലോ കിട്ടിയിരിക്കുന്നത്. നമുക്കും പറയാം, നമുക്ക് ഏത് ഗുരുവാണോ നമ്മളെ മോക്ഷം വഴിയിലേക്ക് നയിക്കുന്ന ആ ഗുരുവിനെ നമുക്ക് അങ്ങനെ പറയാം, സദ്ഗുരു എന്ന് പറയും. ബ്രഹ്മോപദേശം തന്ന ഗുരു. ആ ഗുരു എങ്ങനെ ഇരിക്കുന്നു എന്നൊരു ചോദ്യം. അപ്പൊ പറയുന്നു പരമാനന്ദം. പരമാനന്ദം, ആനന്ദസ്വരൂപനായിട്ടാണ് ഇരിക്കുന്നത് ആ ഗുരു. ആനന്ദസ്വരൂപനായിരിക്കുന്നു. കാരണം ബ്രഹ്മാനന്ദമാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ ബ്രഹ്മാനന്ദം, ആനന്ദത്തിലിരിക്കുന്നു, ബ്രഹ്മാനന്ദത്തിലിരിക്കുന്നു. എന്താണ് ഗുരുവിന്റെ പേര്? പറയുന്നു ഗോവിന്ദ ഭഗവത് പാദം. അതിനാൽ ഗോവിന്ദം എന്നവിടെ വെച്ചു. ശങ്കരാചാര്യ സ്വാമിയുടെ ഗുരു ഗോവിന്ദ ഭഗവത് പാദം. അതുകൊണ്ട് ഗോവിന്ദം എന്ന് പറഞ്ഞു. അപ്പോ പ്രണതഃ അസ്മി അഹം, അഹം അസ്മി പ്രണതഃ സദ്ഗുരും പരമാനന്ദം ഗോവിന്ദം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ആദ്യ വരിയിൽ പറയുന്ന വിശേഷണം പരമ്പൊരുളിന്റെ ലക്ഷണവും കൂടെയാണ്. സർവവേദാന്ത സിദ്ധാന്തം എന്നുള്ള വിശേഷണം. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമ അഗോചരം എന്ന് പറയും. നിർഗുണ ബ്രഹ്മ ലക്ഷണമാണ് പറയുന്നത്. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം. പരബ്രഹ്മം എന്ന് പറയാൻ അതെങ്ങനെയാ നാം അതറിയുക? പരബ്രഹ്മം എന്ന് പറയാൻ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുക? ഒരു പരബ്രഹ്മം നമുക്ക് ചുമ്മാ അങ്ങനെ പറയാൻ പറ്റുമോ? അതിനുള്ള കഴിവ് നമുക്കുണ്ടോ? നമുക്ക് അറിയാൻ പറ്റുമോ അദ്ദേഹം പരബ്രഹ്മമാണെന്ന്? അപ്പൊ ഉപനിഷത്തിന്റെ പഠനം വഴി, ജ്ഞാനം വഴി അത് പറയാൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ ശങ്കരാചാര്യർക്ക് പറയാൻ സാധിക്കും, ഉപനിഷത്ത് ജ്ഞാനം വഴിക്ക് അദ്ദേഹത്തിന് അറിയാം ഗുരു പരബ്രഹ്മമാണെന്ന് ശങ്കരാചാര്യ സ്വാമികൾക്കറിയാം. അപ്പൊ ഉപനിഷത്ത് പഠനം വഴി അറിയാം, ജ്ഞാനം വഴി. അപ്പൊ ഉപനിഷത്ത് വഴി മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഉപനിഷത്തിൽ കൂടി പോകാതെ, വേദാന്തത്തിൽ കൂടി പോകാതെ ഈ ജ്ഞാനം വരില്ല. ഏത് ജ്ഞാനം? പരബ്രഹ്മജ്ഞാനം. എന്റെ ഗുരുവിനെ ഉപനിഷത്ത് വഴിയേ അറിയാൻ പറ്റുകയുള്ളൂ. ശരിയായിട്ടുള്ള ഗുരുവിനെ അറിയണമെങ്കിൽ ഉപനിഷത്ത് വഴി അറിയണം. ഗോചരമാണ്, അറിയപ്പെടുന്നതാണ്. വേറെ ഒരു തരത്തിലും അറിയാൻ പറ്റാത്തതാണ്. ഉപനിഷത്തിൽ കൂടി മാത്രം അറിയാൻ പറ്റുന്നതാണ്. അതാണ് ഇവിടെ ഗോചരം എന്നുള്ള വാക്കിന് ഇവിടെ പറഞ്ഞിട്ടുള്ള വിശദീകരണം. ഉപനിഷത്തിൽ കൂടി അറിയാൻ പറ്റുന്നതായതുകൊണ്ട് അവിടെ ഗോചരം എന്ന് പറഞ്ഞു. പരബ്രഹ്മത്തെ അങ്ങനെ ചുമ്മാ ഗോചരമായിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എങ്ങനെ പറ്റും? ഗോചരം എന്നെങ്ങനെ പറയാൻ പറ്റും? ഉപനിഷത്ത് വഴി, ജ്ഞാനം വഴി അറിയാൻ സാധിക്കും. അതിനാൽ ഗോചരമാണ്. അപ്പൊ സർവവേദാന്ത സിദ്ധാന്ത ഗോചരം. അത് ഗുരുവിന്റെ മഹിമയാണ് പറയുന്നത്. ഗുരുവിനെ പരബ്രഹ്മമായി കാണുന്നു, അത് തന്നെ വലിയ മഹിമയല്ലേ? ഇതിൽ കൂടെ എന്ത് മഹിമ? ഗോവിന്ദം എന്ന പദത്തിന്, ഗോവിന്ദ എന്ന പദത്തിന് പല അർത്ഥങ്ങളും സാധാരണ എനിക്ക് പറയാം. ഗോക്കളെ രക്ഷിക്കുന്നവൻ ഗോവിന്ദ. ഗോ എന്ന പദത്തിന് വേദം എന്നർത്ഥം. പല സ്ഥലങ്ങളിലും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. വേദത്തിന് ഗോ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഗോഭിഹി വിന്ദതേ ഇതി. ഗോഭിഹി
വിന്ദത്തെ ഇതി. വേദാന്ത വാക്യങ്ങളാൽ പ്രാപിക്കപ്പെടുന്നവൻ ഗോവിന്ദൻ. അങ്ങനെ ഒരു അർത്ഥമാണ്. വേദാന്ത വാക്യങ്ങളാൽ പ്രാപിക്കപ്പെടുന്നവൻ ഗോവിന്ദൻ. എന്റെ ഗുരു വേദാന്ത വാക്യങ്ങളാൽ പ്രാപിക്കപ്പെടുന്നവനാണ് എന്നൊരർത്ഥം. ഇവിടെ എന്ത് ഭംഗിയായിട്ട് ശങ്കരാചാര്യസ്വാമികൾ കൊടുത്തിരിക്കുന്ന ഗുരുവിനെ കുറിച്ച്. വേദാന്ത വാക്യങ്ങളാലാണ് എന്റെ ഗുരുവിനെ അറിയാൻ പറ്റുക. ഉപനിഷത്ത് വഴിയാണ് അറിയാൻ പറ്റുക, ജ്ഞാനം വഴിയാണ് അറിയാൻ പറ്റുക. അതാണ് എന്റെ ഗുരു. സർവവേദാന്ത, എല്ലാ ഉപനിഷത്തുക്കളുടെയും സിദ്ധാന്തം, തീരുമാനിക്കപ്പെട്ടത്. സിദ്ധാന്തം എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. വെറുതെ ഒരു സിദ്ധാന്തം എന്ന് പറയാൻ പറ്റത്തില്ല. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നിശ്ചയം ചെയ്തതാണ്. അതിന് പിന്നെ ഇളക്കമില്ല, മാറ്റമില്ല. അത് പറഞ്ഞതൊക്കെ അറിയില്ല, നമ്മള് പറഞ്ഞാന്ന് പറയും എന്ന് പറഞ്ഞ മാതിരി തീരുമാനിക്കപ്പെട്ടതാണ് സർവവേദാന്ത സിദ്ധാന്തം. അതിനി മാറ്റമില്ല, അത് പൂർണ്ണമാണ്. അതിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നിശ്ചയം ചെയ്തതാണ്, ഒരിളക്കവും ഇല്ലാത്തതാണ്. ആരാണ് അത് നിശ്ചയം ചെയ്തത്? ഉപനിഷത്തുക്കള്. എല്ലാ ഉപനിഷത്തുക്കളും നിശ്ചയം ചെയ്തതാണത്. എല്ലാ ഉപനിഷത്തുക്കളും കൂടി നിശ്ചയം ചെയ്തു. എങ്ങനെ? ഗോചരം. ഉപനിഷത്തുകൾ ഗോചരമാക്കി അതിനെ, അതായത് അറിവായി, കാണുന്നതായി ഇരിക്കുന്ന രീതിയിലേക്ക്, മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ആക്കി തന്നു. എല്ലാ ഉപനിഷത്തുക്കളുടെയും ഉപനിഷത്തുക്കളെല്ലാം കൂടെ നിശ്ചയം ചെയ്ത് അവസാനത്തിൽ പൊരുളായി, എല്ലാത്തിൻ്റെയും പൊരുളായി ഇരിക്കുന്നു. അത് നിശ്ചയം ചെയ്തു ഉപനിഷത്ത് വാക്യങ്ങളിൽ കൂടി, ജ്ഞാനത്തിൽ കൂടി. എല്ലാ ഉപനിഷത്തുകളും കൂടി നിശ്ചയം ചെയ്ത ഒരു തത്വമാണ് സിദ്ധാന്തം. വെറുതെ ഉണ്ടായതല്ല. എല്ലാ ഉപനിഷത്തുകളും കൂടി നിശ്ചയം ചെയ്ത് ഉറപ്പിച്ചുണ്ടായ തത്വമാണ് സിദ്ധാന്തം. ശൈവ സിദ്ധാന്തം എന്ന് പറഞ്ഞാലാണ് ശിവഭക്തന്മാരാൽ നിശ്ചയിക്കപ്പെട്ട തത്വം. ശിവഭക്തന്മാര് നിശ്ചയിച്ചു എല്ലാം സർവവും ശിവനാണ്. അവർക്ക് പിന്നെ വലിയ ഇളക്കമൊന്നുമില്ല. അവര് വേറെ മാറ്റമില്ല. അവരുടെ മൈൻഡിൽ ഫുൾ സെറ്റിംഗ് ഇതാണ്. സർവത്തിൻ്റെയും ഉത്ഭവവും നിലനിൽപ്പും ലയവും പരമശിവനിൽ നിന്നാണ്. ശൈവ സിദ്ധാന്തം ഉറപ്പിച്ചു, അരക്കെട്ട് ഉറപ്പിച്ചു. വിഷ്ണുവിന്റെ ആൾക്കാര്, വൈഷ്ണവ സിദ്ധാന്തക്കാര് അങ്ങനെയും പറയും. അതുപോട്ടെ. ഇവിടെ അഗോചരം, അഗോചരം എന്നുള്ള വാക്ക്, ഗോചരം അഗോചരം, അതില് അഗോചരം എന്നുണ്ട്. അദ്ദേഹത്തെ, ആ ഗുരുവിനെ, ഗോചരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഗോചരം എന്ന് പറഞ്ഞു, ഇനി അഗോചരം പറയും. എന്താണ് അഗോചരം പറയുന്നത്? ഇന്ദ്രിയങ്ങളാൽ പ്രാപിക്കാൻ പറ്റാത്തതാണെന്നും കൂടെ പറയും. ഇവിടത്തെ അഗോചരം എന്നുള്ളത് ഇന്ദ്രിയങ്ങളാൽ പ്രാപിക്കാൻ പറ്റാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. ഉപനിഷത് വാക്യങ്ങളാൽ അവസാനമായി നിശ്ചയിക്കപ്പെട്ടതും അതിനാൽ മാത്രം അറിയപ്പെടുന്നവനും ഇന്ദ്രിയങ്ങൾക്ക് ലഭിക്കാത്തവനും, അതാണ് ആ അഗോചരം എന്നുള്ളതിന്റെ അർത്ഥം. ഇന്ദ്രിയങ്ങൾക്ക് ലഭിക്കാത്തവനും, പിന്നെയോ ഗോവിന്ദൻ എന്ന പേരോട് കൂടിയവനും പരമാനന്ദമായി ഇരിക്കുന്നവനും സദ്ഗുരുവും ആയ ഗുരുവിനെ ഞാൻ വണങ്ങുന്നു. വളരെ നന്നായിട്ടാണ് ആ ശ്ലോകം, പ്രാർത്ഥനാ ശ്ലോകം വളരെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും അത് പോവില്ല. അതാണ് ആ പറഞ്ഞു തരുന്നതിന്റെ, ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നതിന്റെ എത്ര മനസ്സുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് അത് അവിടെ നിന്ന് വിട്ടുപോകാത്ത രീതിയിലിരിക്കും. ഇനി നമുക്ക് മനസ്സിൽ നിന്ന് വിട്ടുപോകുമോ? സദ്ഗുരു എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളാൽ നിശ്ചയിക്കപ്പെടുന്ന ജ്ഞാനത്തിലൂടെ അറിയപ്പെടുന്ന ഗുരു. ആ ഗുരു ഇന്ദ്രിയങ്ങളാൽ ലഭിക്കുന്നവനല്ല, ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടുന്നവനല്ല. പിന്നെ ഗോവിന്ദൻ എന്ന പേരോട് കൂടിയത് ഗോവിന്ദ ഭഗവത് പാദർ, അല്ലെങ്കിൽ ഗോവിന്ദനായിട്ട് എടുക്കാം. എങ്ങനെ? വേദാന്ത വാക്യങ്ങളാൽ പ്രാപിക്കപ്പെടുന്നവനായി. ആര്? ആ ഗുരു. അങ്ങനെയും എടുക്കാം. പിന്നെയോ പരമാനന്ദമായിട്ടിരിക്കുന്ന ആള്, ബ്രഹ്മാനന്ദത്തിൽ ഇരിക്കുന്ന ആള്, ബ്രഹ്മനിഷ്ഠൻ, എല്ലാം അറിയുന്നവൻ, ജ്ഞാനി, പരമജ്ഞാനി. അങ്ങനെയായിട്ടിരിക്കുന്ന ആ ഗുരു സദ്ഗുരു തന്നെ. ആ സദ്ഗുരുവിനെ ഞാൻ വണങ്ങുന്നു എന്ന് പറഞ്ഞാണ് ആ ശ്ലോകം അവസാനിക്കുന്നത്. അടുത്ത ദിവസം നമുക്ക്
വിവേക ചൂടാമണിയിലെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ചിന്മയാനന്ദ സ്വാമിയുടെ വിവേക ചൂടാമണി എന്ന ബുക്കില് ഉള്ള അടുത്ത ശ്ലോകം അതിനകത്തുണ്ട്, വേറെ ചില ഗ്രന്ഥങ്ങളിൽ ഇതില്ല. ജന്തൂനാം നരജന്മ ദുർലഭമതഃ പുംസ്ത്വം തതോ വിപ്രത തസ്മാദ് വൈദിക ധർമ്മമാർഗപരത വിദ്വത്വമസ്മാൽ പരം ആത്മാനാത്മ വിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തിർന്നോ സതജന്മകോടി സുഹൃതൈഃ പുണ്യേർവിന ലഭ്യത്തെ. ഞാൻ അടുത്ത ദിവസം അതിന്റെ PDF അങ്ങോട്ടിടാം. ജന്തൂനാം നരധർമ്മ ദുർലഭമത എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അടുത്ത ദിവസം നമുക്കത് വിശദമായിട്ട് നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. വളരെ സാവകാശമാണെങ്കിലും നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കട്ടെ ഈ ജന്മത്തിൽ തന്നെ. എങ്ങനെയെങ്കിലും നമുക്ക് അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ ബാബ കൂടെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും വേദാന്ത പഠനത്തിന് ഇറങ്ങിയാൽ ഈശ്വരാനുഗ്രഹം ഉറപ്പാണ്. ആദ്യത്തെ ചില സ്റ്റെപ്പുകൾ ഒരു ബുദ്ധിമുട്ട് വരുന്നു മാത്രമേ ഉള്ളൂ. അത് കർമ്മദോഷം കൊണ്ട് വരുന്നതാണ്. അത് പൊക്കോളൂ. ഇത് പഠനം കൊണ്ട് തന്നെ ആ കർമ്മദോഷങ്ങളൊക്കെ മാറും. വേദാന്ത പഠനം കൊണ്ട് തന്നെ കർമ്മദോഷങ്ങൾ മാറും. പിന്നെ നമ്മുടെ സ്ഥിരമായ ആ ബുദ്ധി അതിൽ നിർത്തുക എന്നുള്ള സ്ഥിരമായ ബുദ്ധിയെ അതിൽ നിർത്താൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ പരിശ്രമം കൂടിയേ തീരൂ. അതിന് ഈശ്വരനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഭഗവാൻ 100 സ്റ്റെപ്പ് വയ്ക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് വേദാന്തത്തിന്റെ കാര്യം. നമ്മൾ ഒന്നിറങ്ങിയാൽ ഈശ്വരൻ നമ്മളെ കൈപിടിച്ച് ആ വഴിയിലേക്ക് കൊണ്ടുപോകും. കാരണം ഉള്ളിലുള്ളത് അദ്ദേഹം തന്നെയല്ലേ. ഈ ആഗ്രഹം അദ്ദേഹം അറിയുന്നില്ലേ? അകത്തിരുന്ന് എല്ലാ ചിന്തയും അറിയുന്ന ആ അന്തര്യാമി അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ നയിക്കും. ഭഗവാന്റെ പാദങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെ പാദങ്ങളിലും എൻ്റെ നമസ്കാരം. അടുത്ത ദിവസം നമുക്ക് കാണാം. എല്ലാവരും സായിറാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം. സായിരാം സാറേ, പുട്ടവർത്തി വിശേഷങ്ങള്. സായിറാം സാർ. പറയാം ഇതൊന്ന് ഓഫ് ചെയ്ത് പറയാം. സായിറാം സാർ. സായിറാം സാർ. സായിറാം. നല്ല ബഹളാ ഇവിടെ.